ഈ സൈൻ പോസ്റ്റിന്റെ പുറകിൽ കാണുന്ന ഉയർന്നു നിൽക്കുന്ന കെട്ടിടമാണ് മുഹമ്മദിൻ വാച്ച് ടവർ. അതിനോട് ചേർന്ന് കാണുന്ന ഈ മതിൽക്കെട്ടും അതിനകത്തുള്ള പ്രദേശവും ദനായിക്സ് എൻക്ലോഷർ അഥവാ ദനായക എൻക്ലോഷർ എന്നറിയപ്പെടുന്നു. ഹംപിയിലെ ഏറ്റവും അവ്യക്തമായ സ്ഥലങ്ങളിലൊന്നായ ദനായിക്സ് എൻക്ലോഷർ വ്യവസ്ഥാപിതമായി വിഭജിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. പ്രവേശന കവാടത്തിനപ്പുറം മോട്ടോർ വാഹനങ്ങൾ അനുവദീയമല്ല. എന്നിരുന്നാലും നിങ്ങളുടെ സൈക്കിളും മൊപ്പഡുകളും ഉള്ളിലേക്ക് കൊണ്ടുപോകാം. ഈ പ്രദേശത്തിന്റെ പഴയ അവസ്ഥയെക്കുറിച്ച് പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ നാണയങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരു മിന്റ് ഇവിടെ സ്ഥിതി ചെയ്തിരുന്നുവെന്ന് ഒരു വിഭാഗം വിദഗ്ധർ വിശ്വസിക്കുന്നു. അതിനാൽ ഈ പ്രദേശത്തിന്റെ ഒരു ഭാഗം മിന്റ് ഏരിയ എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ നഗരത്തിലെ ഭരണപരവും ഉന്നത ഉദ്യോഗസ്ഥരുമായ ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന പ്രദേശമായിരുന്നു ഇതെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു. ദനായിക് എന്ന പദം നഗരത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് അല്ലെങ്കിൽ മേയറെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അവർ കരുതുന്നത്. ചുറ്റുമതിലിലെ ദനായിക്കിന്റെ ഇരിപ്പിടം ഒരു തെളിവായി ഈ വാദത്തെ പിന്തുണയ്ക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പുരാവസ്തു ഗവേഷക സംഘം വിശ്വസിക്കുന്നത് ഈ പ്രദേശം ഉന്നത സൈനികരുടെ സൈനിക പരിശീലന മേഖലയായി ഉപയോഗിച്ചിരുന്നു എന്നാണ്. എന്തുതന്നെയായാലും ഈ പ്രദേശം വിജയനഗര തലസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയായിരുന്നു. ദനായിക് എൻക്ലോഷറിന്റെ ഉള്ളിലെ 2 നിലകളുള്ള ഷഡ്ഭുജ ആകൃതിയിലുള്ള മറ്റൊരു പ്രധാന കെട്ടിടമാണ് ബാൻഡ് ടവർ അഥവാ ഡെക്കറേറ്റഡ് വാച്ച് ടവർ. ഹംപിയിലെ മറ്റൊരു നിഗൂഢമായ കെട്ടിടമാണ് ദി മോസ്ക് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടം. വടക്ക് ദർശനമുള്ള ഒന്നിലധികം കമാനങ്ങളുള്ള ഈ കെട്ടിടം ഒരു വലിയ വേദി പോലെ കാണപ്പെടുന്നു. പ്ലാസ്റ്ററിംഗ് ചെയ്തിരിക്കുന്ന ചുവരുകളിൽ ഹിന്ദു രൂപങ്ങൾ ഉള്ളതുകൊണ്ട് ഇതൊരു മോസ്ക് ആയിരുന്നില്ലെന്നും ഇതൊരു ഹൈബ്രിഡ് ഇന്തോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണെന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് കെട്ടിടത്തിന്റെ പേരും കെട്ടിടത്തിന്റെ പ്രവർത്തന ഉദ്ദേശവും സംബന്ധിച്ച് പുരാവസ്തു ഗവേഷകർക്ക് വ്യക്തത വരാത്തതുകൊണ്ട് ഇപ്പോഴും ഈ കെട്ടിടത്തെ മോസ്ക് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ദനായിക്സ് എൻക്ലോഷറിന്റെ ഉള്ളിലെ വീര ഹരിഹര കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ്.